അവസരങ്ങൾ ഒരിക്കലും നമ്മളെ തേടി വരില്ല. നമ്മൾ തേടി കണ്ടുപിടിക്കണം. എന്ത് കാര്യങ്ങളായാലും നമ്മളിപ്പോൾ കുറെ പഠിച്ചു, നമുക്ക് കുറെ സർട്ടിഫിക്കറ്റ് ഒക്കെ ആയി, എല്ലാ കാര്യങ്ങളും പഠിച്ചു, തൊഴിൽ പഠിച്ചു, അത് പഠിച്ചു, അങ്ങനെ വേണ്ട എല്ലാ കാര്യങ്ങളും പഠിച്ച് സർട്ടിഫിക്കറ്റ് ഒക്കെ ആയി വീട്ടിൽ അത് ഒതുക്കി വെച്ചിട്ട് അലമാരി വെച്ചത് കൊണ്ട് നമ്മളെ തേടി അവസരങ്ങൾ വരുമോ? ഒരിക്കലും ഇല്ല. നമ്മൾ പഠിച്ചു എന്നുള്ളത് നമുക്ക് കിട്ടിയ ഒരു സർട്ടിഫിക്കറ്റ് മാത്രമാണ്. അതൊന്നും അല്ല നമ്മൾ ജീവിതത്തിൽ ചെയ്യേണ്ടതോ നമ്മൾ ജോലി സ്ഥലത്ത് ചെയ്യേണ്ടതായ കാര്യങ്ങൾ. അതൊക്കെ നമുക്ക് കിട്ടിയ ഒരു അടിസ്ഥാന വിവരങ്ങൾ മാത്രമാണ്. ഒരു സ്ഥാപനത്തിലോ ഇനിയിപ്പോൾ എന്ത് കാര്യത്തിൽ നമ്മൾ ചെയ്യുകയാണെങ്കിലും അത് അവിടെ ചെന്ന് അവിടെ നിന്ന് പഠിക്കുന്ന കാര്യങ്ങളാണ് നമ്മൾ ചെയ്യേണ്ടത്. പിന്നെ നമ്മളുടെ കഴിവ്, നമ്മളൊരു കാര്യത്തിനെ എങ്ങനെ നോക്കിക്കാണുന്നു എന്ന രീതിയിലുള്ളതനുസരിച്ചിട്ടാണ് നമ്മളുടെ കഴിവ്. നമ്മൾക്ക് വേണം എന്ന് കരുതി നമ്മൾ ഇറങ്ങി തിരിച്ചാൽ ഇന്ന് ഈ ലോകത്ത് എന്തൊക്കെ കാര്യങ്ങളുണ്ട് ചെയ്യാനും. എത്രയധികം ടെക്നോളജികൾ തന്നെ വളർന്ന് നമ്മളുടെ ഈ ചുറ്റുപാടും ഏത് തരം തൊഴിലും എന്ത് വേണമെങ്കിലും നമുക്ക് ചെയ്യാൻ ഇന്ന് അവസരങ്ങളുണ്ട്. അതിനുള്ള എല്ലാ സാഹചര്യങ്ങളും നമുക്കുണ്ട്. പണ്ടത്തെ കാലത്ത് പോലും നല്ലല്ലോ. ഇന്ന് എല്ലാത്തിനും സപ്പോർട്ട് ചെയ്യാനായാലും അതേ അവസരങ്ങൾ നമ്മളെ കൂടെ നടക്കാൻ ആളുകളുണ്ട്, ചെയ്തു തരാൻ, വഴി കാട്ടാൻ. ഒന്നുമില്ലെങ്കിലും നമുക്ക് ഗൂഗിൾ ഉണ്ടല്ലോ. ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ കാണാത്ത കാര്യങ്ങളായിട്ടില്ല. പക്ഷെ എന്നാലും നമ്മൾ വെയിറ്റ് ചെയ്യണം അവസരത്തിന് വേണ്ടിയിട്ട്. പക്ഷെ നമ്മൾ എങ്ങനെ അവസരങ്ങള് നമ്മൾ അതിൻ്റെതായ ഒരു രീതിയിൽ നമ്മൾക്ക് പ്രയോജനപ്പെടുന്ന രീതിയിലേക്ക് മാറ്റിയെടുക്കുക എന്നുള്ളത് നമ്മളുടെ ആ ഒരു ബുദ്ധി ഉപയോഗിച്ച് ചെയ്യേണ്ട ഒരു കാര്യങ്ങളാണ്. ഇപ്പൊ ഞാനൊരു ഉദാഹരണമായിട്ട് പറയാം. ഒരു കമ്പനി, ഒരു ചെരുപ്പ് കമ്പനിയിലെ 2 സെയിൽസ് ഓഫീസർമാര് സെയിൽസ് ഓർഡർ പിടിക്കാൻ വേണ്ടി ഒരു വില്ലേജിലേക്ക് പോയി. ആ വില്ലേജില് ഒക്കെ എന്താ പറയാ, സാധാരണക്കാരായ ആൾക്കാർ. അവര് കൃഷിയൊക്കെ ചെയ്ത് അങ്ങനെ നടക്കുന്നു. അവർക്ക് ചെരുപ്പ് വേണമെന്നൊന്നും അങ്ങനെ യാതൊരു നിർബന്ധമില്ല. അവര് ചെരുപ്പ് ഇടുന്നവരുണ്ടാവും, എല്ലാ ചെറിയ കുറച്ച് ആൾക്കാരൊക്കെ ഉള്ളൂ. ഭൂരിഭാഗം ആൾക്കാരും ചെരുപ്പിടാത്ത ആൾക്കാരാണ്. അങ്ങനെ ഈ 1ാമത്തെ സെയിൽസ്മാൻ അവിടെയൊക്കെ പോയിട്ട് അവിടെയൊക്കെ ചോദിച്ചപ്പോൾ അയാൾക്ക് തോന്നി ഇവിടെ ആരും ചെരുപ്പിടാത്തതാണ്. അപ്പൊ ഇതില് ഞാൻ ഇവിടെ നിന്നിട്ട് കാര്യമില്ല, ഇവിടെ നിന്ന് എനിക്ക് ഓർഡറൊന്നും കിട്ടില്ല എന്ന് എഴുതിയിട്ട് അയാൾ മടങ്ങിപ്പോയി. മറ്റേ 2ാമത്തെ ആളും ഇതേപോലെ തന്നെ അവിടെയൊക്കെ നോക്കി അയാൾ വളരെ ഹാപ്പി ആയിട്ടാണ് അയാൾ തിരിച്ചു പോയത്. അങ്ങനെ 2ആളും ഓഫീസിൽ പോയപ്പോൾ അവിടെ നിന്ന് ചോദിച്ചു മാനേജർ, എങ്ങനെ ഉണ്ടായിരുന്നു ഇന്നത്തെ ഓർഡർ എടുക്കാൻ പോയ സ്ഥലം, എങ്ങനെയാ നിങ്ങൾക്ക് നിങ്ങൾക്ക് അത് ഓർഡർ കിട്ടുന്നൊരു സാഹചര്യം അവിടെ ഉണ്ടോയെന്ന് ചോദിച്ചു. അപ്പോൾ 1ാമത്തെ ആൾ പറഞ്ഞേ അവിടെ ആരും ചെരുപ്പൊന്നും ഇടണില്ല, അതുകൊണ്ട് നമുക്ക് ഈ സംഭവം അവിടെ ഫലവത്തായിട്ട് അത് അവിടെ നടക്കില്ല, കാരണം അവർ ചെരുപ്പ് വാങ്ങില്ല, ഇടാത്ത ആൾക്കാരില്ലേ എന്ന് പറഞ്ഞു. അപ്പൊ മറ്റേ ആളോട് ചോദിച്ചപ്പോൾ അയാൾ പറഞ്ഞു അവിടെ നല്ല വളക്കൂറുള്ള മണ്ണെന്ന് പറയില്ല, അവിടെയാണ് ഞാൻ എൻ്റെ കരിയർ ഫോക്കസ് ചെയ്യുന്നത്. കാരണം അവിടെ ഉള്ളവരാരും ചെരുപ്പ് ഇതുവരെ ഉപയോഗിക്കുന്നില്ല. അപ്പൊ എനിക്കിനി ഈ ചെരുപ്പുകൾ അവിടെ കൊണ്ടുപോയിട്ട് അവരെടുത്ത് എനിക്ക് സെയിൽ ചെയ്യാൻ പറ്റും. അപ്പോൾ ഒരാൾ കണ്ടത് നെഗറ്റീവായിട്ടും ഒരാൾ കണ്ടത് പോസിറ്റീവായിട്ടും, രണ്ടും ഒരേ സ്ഥലം ഒരേ സംഭവം അല്ലേ. പക്ഷെ നമ്മളുടെ കാഴ്ചപ്പാട്, നമ്മൾ ആ ഒരു ജോലി നമ്മൾക്ക് അതിനെ എങ്ങനെ നമ്മൾ പ്രൊഡക്റ്റീവായി നമുക്ക് ചിന്തിക്കാനുള്ള കഴിവാണ് നമ്മൾക്ക് വേണ്ടത്. ഇതൊരു അവസരവും ഉപയോഗപ്പെടുത്താനുള്ള മാനസികമായ ഒരു കഴിവ്, അത് നമ്മൾക്ക് നേടിയെടുക്കണം. നമ്മൾ കാണണം, അവസരങ്ങളെ കാണാനുള്ള ഒരു കഴിവ് വേണം. അതായത് എവിടെയാണ് ഈ ഓപ്പർച്യൂണിറ്റി കിടക്കുന്നത് എന്നുള്ളത് നമ്മൾക്കത് അതിനെ ആ ഒരു സ്ഥലത്ത് എങ്ങനെ അവിടെ പോയി എത്തിപ്പെട്ട് നമുക്കതിനെ എങ്ങനെ നേടിയെടുക്കാൻ കഴിയുമെന്നുള്ള ആ ഒരു മെന്റാലിറ്റി വന്നു കഴിഞ്ഞാൽ നമ്മളെ തേടിയ അവസരങ്ങൾ വന്നുകൊണ്ടിരിക്കും. നമ്മൾ വെറുതെ എന്താ പറയാ, ഒന്നുമില്ല, അവസരമില്ല, ജോലിയില്ല, പണമില്ല, നമ്മൾ ഇറങ്ങി തിരിച്ചു കഴിഞ്ഞാൽ കിട്ടാത്തതായ ഒന്നുമില്ല. ഇറങ്ങി തിരിക്കാനുള്ള മനസ്സാണ് വേണ്ടത്. അത് ഉണ്ടാക്കിയെടുക്കാൻ ശ്രമിക്കും.